Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മളൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഒരു യൂഷ്വൽ സൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു കോൾഡ് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് സമ്മറിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ആകെ ഒന്ന് തണുക്കും. അപ്പോൾ അതിന് പറ്റിയൊരു സൂപ്പാണ്. പിന്നെ ഇതൊരു വെയിറ്റ് ലോസ് സൂപ്പ് കൂടിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇത് കഴിച്ച് ഇതിൻ്റെ ഒപ്പം വേറെ ഒരുപാട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാത്രം ഒക്കെ ഡിന്നറിന് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയിറ്റ് ഒക്കെ കുറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മുടെ ഈ സൂപ്പിനായിട്ട് ഞാനിങ്ങനെ ഒരു അരക്കഷ്ണം ക്യൂക്കമ്പറാണ് എടുക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിൽ അരഞ്ഞ് ചേരും. നമുക്ക് ചോപ്പ് ചെയ്യാം. ഇപ്പം മെഷർ ചെയ്ത് നോക്കിയാൽ ഒരു കപ്പായിരിക്കും ഉണ്ടാവുക. കറക്റ്റ് ഒരു കപ്പുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിൽ എടുത്താൽ മതി. നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് അവക്കാഡോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, തുറക്കാം. നമുക്കിതിൽ ഇങ്ങനെ വരഞ്ഞ് അതും ആഡ് ചെയ്യാം. ഇതിലൊരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഡെക്കറേഷനായിട്ട് 2 പീസ് ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇത് പിന്നെ കുറച്ച് പുതിനയില, ലൈം ജ്യൂസ് ഒരു അരനാരങ്ങയുടെ. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തൈര്, 1 ടീസ്പൂൺ ഓലിവ് ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, മതി. കാരണം പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. കാലിനേക്കാളും കുറച്ച് കുറവ്, 2 നുള്ളു എന്നൊക്കെ പറയാം, അത്ര പെപ്പർ. പിന്നെ ഒരു അരക്കപ്പ് പാൽ. ഇത്രയിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ആഡ് ചെയ്യാൻ മറന്നു ഒരു കുഞ്ഞി വെളുത്തുള്ളി. ഇത് ഓപ്ഷണലാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തിക്ക് സൂപ്പാണ്. നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചാൽ മതി. ശരിക്കും 2 ആൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇതിലിപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ളതുണ്ടാവും. ഇപ്പം ഞാൻ ഈ സൂപ്പിൻ്റെ മേലെ കുറച്ച് സ്ലൈസ്ഡ് ക്യൂക്കമ്പേഴ്സും മാറ്റി വെച്ചിരുന്ന അവോക്കാഡോ ചോപ്പ് ചെയ്തിട്ട് അതും മിൻറ്റ് ലീവ്സൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.